ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എക്സാമൊക്കെ വരുവാണല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ടോപ്പിക്സ് കവർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് നന്നായി പഠിക്കണം, എന്നാലേ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാകുള്ളൂ. അതുകൂടാതെ ഈ വീഡിയോയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ നല്ല തറവാകും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ഗീവ് ദ റീസൺ. അതായത് ഈ ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ടേം ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ റീസൺ പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമതായി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മഗ്നീഷ്യം ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ക്വിക്ക് ലൈം, അലൂമിനിയം എന്നൊക്കെയുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? അതിൻ്റെ ആൻസർ അലൂമിനിയമാണ്. അലൂമിനിയം. എന്തുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം അലൂമിനിയം ആയത്? കാരണം ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് എല്ലാം കോമ്പൗണ്ടുകളാണ്. അലൂമിനിയം മാത്രമാണ് എലമെൻ്റ് ആയിട്ടുള്ളത്. നോക്കൂ, മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പം MgO, അതൊരു കോമ്പൗണ്ട് അല്ലേ? അതിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ്. എന്നാൽ അലൂമിനിയം അത് ഒരു എലമെൻ്റാണ്. അതായത് ആ അലൂമിനിയത്തിൽ ഒരൊറ്റ ടൈപ്പ് ഓഫ് ആറ്റമേ ഉള്ളൂ, അലൂമിനിയത്തിൻ്റെ ആറ്റം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് CO2, അതും ഒരു കോമ്പൗണ്ടാണ്. അതേപോലെ തന്നെ ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല CaO ആണ്. അതായത് കാൽഷ്യം ഓക്സൈഡ്. Ca കാൽഷ്യം, ഓക്സിജനും കൂടെ വന്നുകൊണ്ട് ഓക്സൈഡ്. CaO ആണ് ക്വിക്ക് ലൈമിൻ്റെ കെമിക്കൽ ഫോർമുല. ഇത് മലയാളത്തിൽ നമ്മൾ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്ന സാധനം തന്നെ, CaO കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ നോക്കൂ, മറ്റ് എല്ലാ ഓപ്ഷൻസും കോമ്പൗണ്ടുകളാണ്, അലൂമിനിയം മാത്രമാണ് എലമെൻ്റ് ഉള്ളത്. അതുകൊണ്ട് ഓഡ് വൺ ആയിട്ട് അലൂമിനിയമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എയർ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഏതാണ് ഓഡ് വൺ? എയർ ആണ് ആൻസർ. എയർ ആണ് ഓഡ് വൺ ആയിട്ടുള്ളത്. കാരണം ഹൈഡ്രജനും ഓക്സിജനും ഓരോ എലമെൻറ്റുകളാണ്. നമ്മൾ പഠിച്ചതാണത്. എയർ എന്താണ്? എയർ ഒരു മിക്സ്ചറാണ്. എയർ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണല്ലോ. അതുകൊണ്ട് എയർ ഒരു മിക്സ്ചറാണ്. ഹൈഡ്രജനും ഓക്സിജനും ഓരോ എലമെൻറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ, കാൽഷ്യം, അലുമിനിയം, വാട്ടർ, എന്താണ് ഇതിലെ ഓഡ് വൺ ആയിട്ടുള്ളത്? ഇതിലെ ഓഡ് വൺ വാട്ടറാണ്. എന്തുകൊണ്ടാണ് വാട്ടർ ആയത്? മറ്റെല്ലാം എലമെൻറ്റുകളാണ്. ഹൈഡ്രജൻ എലമെൻ്റാണ്, കാൽഷ്യം എലമെൻ്റാണ്, അലൂമിനിയം എലമെൻ്റാണ്. വാട്ടർ എന്താണ്? വാട്ടർ H2O ആണല്ലോ. അതുകൊണ്ട് വാട്ടർ ഒരു കോമ്പൗണ്ടാണ്. കണ്ടോ, 2 തരം ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് വാട്ടർ എന്ന് പറയുന്നത്. മറ്റെല്ലാം എലമെൻറ്റുകളാണ്. അടുത്ത ചോദ്യം, Analyze the mode of representation 2KMnO4. Answer the following question based on this. നോക്കൂ, 2KMnO4 എന്നൊരു കോമ്പൗണ്ടിനെ കുറിച്ചാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ഡസ് ദ ഫോർമുല റെപ്രസെൻറ്റ്? ഈ കെമിക്കൽ ഫോർമുല ഏത് സബ്സ്റ്റൻസിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ്. KMnO4 എന്നാൽ പൊട്ടാസ്യം പെർ മാംഗനേറ്റ് ആണ്. കണ്ടോ, പൊട്ടാസ്യം പെർ മാംഗനേറ്റിനെ കുറിച്ച് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പേർപ്പിൾ കളറിലെ സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാണ് നമ്മളതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ആ പൊട്ടാസ്യം പെർ മാംഗനേറ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് KMnO4. ഈ 2 ഇല്ലാതെ ആ KMnO4 എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർ മാംഗനേറ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. അത് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡസ് ദ ഫോർമുല റെപ്രസെൻറ്റ്? ഈ ഫോർമുലയിൽ ഈ സബ്സ്റ്റൻസിൻ്റെ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്താണ്? 2 എന്നാണല്ലോ. അതിന് നമുക്ക് മനസ്സിലാക്കാം, പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ 2 മോളിക്യൂൾസിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 2KMnO4 എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട്. അടുത്ത ചോദ്യം, ഹൗ മെനി ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഡസ് ദ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ? ഈ തന്നിരിക്കുന്ന സബ്സ്റ്റൻസിൽ ഓരോ എലമെൻറ്റിൻ്റെയും എത്ര ആറ്റംസ് വെച്ചുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പലതവണ പഠിച്ചതാണ്. ഒന്നുകൂടി ചെയ്യാം. ഏതൊക്കെയാണ് ഇതിലുള്ള എലമെൻറ്റ്സ്? K എന്നാൽ എന്താണ്? പൊട്ടാസ്യം ഉണ്ട്. Mn ഉണ്ട്. Mn എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് എലമെൻറ്റിനെയാണ്? മാംഗനീസ് എന്ന എലമെൻറ്റിനെയാണ്. ഓക്സിജൻ ഉണ്ട്. ഇതൊക്കെയാണല്ലോ ഇതിലടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ്. ഇനി ഇത് ഓരോ എലമെൻറ്റ്സും എത്ര ആറ്റംസ് വെച്ചുണ്ടെന്ന് നോക്കാം. കെയുടെ എത്ര ആറ്റംസ് ഉണ്ട്? ഈ 2ഉം കൂടെ ചേർത്ത് വേണം നമ്മൾ വായിച്ചിട്ട് പറയാനായിട്ട്. 2KMnO4 എന്ന് പറയുമ്പം കെയുടെ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട്. 2. Mnൻ്റെ മാംഗനീസിൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട്.
ഓക്സിജൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? ഓൾറെഡി ഇവിടെ 4 എന്നൊരു സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ 2 കൂടെ ആകുമ്പോൾ 2 × 4 8 ആറ്റംസ് ഉണ്ട്. ഇങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്കും ഈ സബ്സ്റ്റൻസിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതും നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ അബ്രിവേഷൻസ് 2O ആൻഡ് O2 റെപ്രസെൻറ്റ്? അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതുന്നത് തന്നെയാണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. 2O എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്? O2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. എന്താണ് ഇതിൻ്റെ ആൻസർ? നമ്മൾ പലതവണ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. O എന്ന് മാത്രം എഴുതിയാൽ അത് എന്താണ്? O എന്ന് മാത്രം എഴുതിയാൽ അത് 1 ആറ്റം ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ ഒരു ആറ്റത്തിനെയാണ് നമ്മൾ O എന്ന അക്ഷരം കൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ എന്ന എലമെൻറ്റിൻ്റെ സിമ്പലും O തന്നെയാണ്. ഇത് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 2O എന്നാൽ എന്താണ്? 2O എന്നാൽ ഓക്സിജൻ്റെ 2 ആറ്റംസ് എന്നാണ് അർത്ഥം. ഓക്സിജൻ്റെ 2 ആറ്റം. ഈ O എന്നത് ഒരു ആറ്റം ആണെങ്കിൽ 2O എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ 2 ആറ്റംസ്, ഒരു ആറ്റം ഓഫ് ഓക്സിജൻ, അതിൻ്റെ കൂടെ മറ്റൊരു ആറ്റം ഓഫ് ഓക്സിജൻ, 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ എന്ന് മാത്രമേ ഈ 2O എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അടുത്തെന്താ ചോദിച്ചിരിക്കുന്നത്? O2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു ഓക്സിജൻ ഒരു ഡൈ ആറ്റോമിക് മോളിക്യൂളുള്ള ഒരു എലമെൻ്റ് ആണ് എന്ന് പഠിച്ചു. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഓക്സിജൻ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓക്സിജൻ്റെ ഒരു ഒറ്റ ആറ്റത്തിന് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റായി നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് മറ്റൊരു ഓക്സിജൻ ആറ്റത്തിൻ്റെ കൂടെ ചേർന്ന് O2 എന്നൊരു രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഈ 2 എന്ന സബ്സ്ക്രിപ്റ്റ് 2 ഓക്സിജൻ ആറ്റംസ് ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ ഓക്സിജൻ മോളിക്യൂളായി നിൽക്കുന്നു എന്നതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ O2 എന്നാൽ എന്താണ്? ഒരു ഓക്സിജൻ മോളിക്യൂളാണ്. O2 എന്നാൽ 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ആണ്. അതുപോലെ തന്നെ 2O എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? 2 ആറ്റംസ് ഓഫ് ഓക്സിജനും ആണ്. O എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ഓഫ് ഓക്സിജൻ, 2O എന്ന് പറഞ്ഞാൽ 2 ആറ്റംസ് ഓഫ് ഓക്സിജനെ മാത്രം അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ O2 എന്ന് പറയുമ്പോൾ 2 ആറ്റം ഓഫ് ഓക്സിജൻ പരസ്പരം ബോണ്ട് ചെയ്ത് ഒരു മോളിക്യൂളായി നിൽക്കുന്നു എന്നർത്ഥം. അതായത് ഓക്സിജൻ്റെ കെമിക്കൽ ഫോമുലയാണ് O2 എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസൊക്കെ നന്നായി കണ്ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവണം. ഇപ്പോൾ ചെയ്തതിനോട് വളരെ സിമിലറായൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? O2, 2O, 2O2, O. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വിച്ച് വൺ ഡിനോട്ട്സ് 2 ആറ്റംസ്? ഇതിൽ ഏത് എക്സ്പ്രഷനാണ് 2 ആറ്റംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? വെറുതെ 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ എന്ന് മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിലേതാണ്? ഒന്നാമത്തേൻ്റെ ഉത്തരവായിട്ട് നമുക്ക് പറയാം 2O എന്നുള്ളതാണ് വെറുതെ 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ. അതായത് ഒരു ആറ്റം ഇവിടെ നിൽക്കുന്നു, രണ്ടാമത്തെ ഒരു ആറ്റം ഇവിടെ നിൽക്കുന്നു. വെറുതെ സിമ്പിളായിട്ട് 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ. വിച്ച് വൺ ഡിനോട്ട്സ് 2 ആറ്റംസ് എന്ന് ചോദിക്കുമ്പോൾ 2O ആണ് അതിൻ്റെ ആൻസർ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നു വിച്ച് വൺ ഡിനോട്ട്സ് 2 മോളിക്യൂൾസ്? 2 മോളിക്യൂൾ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? നമുക്കറിയാം ഒരു മോളിക്യൂൾ ഓക്സിജൻ ഇസ് O2. അങ്ങനെയാണെങ്കിൽ 2 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ എന്തായിരിക്കും? 2O2 ആയിരിക്കും. അപ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ ഏതാണ്? 2O2 എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ 2O2. വിച്ച് വൺ ഡിനോട്ട്സ് 1 മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻസ് 2 ആറ്റംസ്? 2 ആറ്റംസ് അടങ്ങുന്ന ഒരു മോളിക്യൂൾ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇതിലേതാ കാണിച്ചിരിക്കുന്നത്? ഓക്സിജൻ്റെ ഒരു മോളിക്യൂള് O2 ആണ്. അതിൽ 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 2 ആറ്റംസ് അടങ്ങുന്ന ഒരു മോളിക്യൂൾ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഏതാണ്? O2 തന്നെയാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം വിച്ച് എക്സ്പ്രഷൻ ഡിനോട്ട്സ് 1 മോളിക്യൂൾ? ഇതിലേതാണ് ഒരു മോളിക്യൂൾ ഓഫ് ഓക്സിജനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? O2 ആണ്. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഡിനോട്ട്സ് 4 ആറ്റംസ്? 4 ആറ്റംസിനെ കാണിക്കുന്നത് ഇതിലേതാണ്? 4 ആറ്റംസിനെ കാണിക്കുന്നത്? ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസേ ഉള്ളൂ. ഇതിലോ 2 ആറ്റംസേ ഉള്ളൂ. ഇവിടെ 4 ആറ്റംസ് ഉണ്ട്. കണ്ടോ? O2 എന്ന ഒരു മോളിക്യൂള് അത് 2 തവണ, അപ്പോൾ 4 ആറ്റംസായി. അപ്പോൾ 4 ആറ്റംസിനെ കാണിക്കുന്ന ഇതിലേതാണ്? 2O2 എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഡിനോട്ട്സ് 1 ആറ്റം? ഒരു സിംഗിൾ ആറ്റത്തിനെ മാത്രം കാണിക്കുന്നത് ഇതിലേതാണ്?
O എന്ന് മാത്രം എഴുതുമ്പോഴല്ലേ ഒരു സിംഗിൾ ഓക്സിജൻ ആറ്റം ആവുന്നത്. അപ്പോൾ ഈ O ആണ് ഒരു സിംഗിൾ ഓക്സിജൻ ആറ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ O2 എന്ന് എഴുതുന്നതാണെന്ന്. അതായത് 2 ഓക്സിജൻ ആറ്റംസ് പരസ്പരം ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒരു ഡൈ ആറ്റോമിക് മോളിക്യൂളാണ് എന്നും നമ്മൾ പഠിച്ചു. നേച്ചറിൽ ഇതേമാതിരി ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് എലമെൻസുകൾ ഏതാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ ഹൈഡ്രജൻ, അതിൻ്റെ സിമ്പിളാണ് H, നൈട്രജൻ N, ഫ്ലൂറിൻ F, ഓക്സിജൻ O, അയോഡിൻ I, ക്ലോറിൻ Cl, ബ്രോമിൻ Br. ഇത്രയും എലമെൻറ്റുകൾ നേച്ചറിൽ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിച്ച പോലെ തന്നെ ഓക്സിജൻ്റെ പോലെ തന്നെ മറ്റൊരു ആറ്റവുമായി കൂടിച്ചേർന്ന് ഡൈ ആറ്റോമിക് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന 7 എലമെൻറ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അറിയാൻ വേണ്ടി കാണിച്ചതാണ്. കാരണം ഇക്വേഷൻ എഴുതുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. കാരണം നൈട്രജൻ്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് N2 ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ H എന്ന് മാത്രം ഡിനോട്ട് ചെയ്യുമ്പം അത് ഹൈഡ്രജൻ ആണെന്നും H2 എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂൾ ആണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും എലമെൻറ്റ്സ് ഓക്സിജനെ പോലെ തന്നെ 2 ആറ്റംസ് ഒരുമിച്ച് കൂടുമ്പോഴാണ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Do all elements exist in the same state? In which state do you see iron? What about mercury and hydrogen? എന്താ ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? ഡു ഓൾ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ്? എല്ലാ എലമെൻറ്റുകളും ഒരേ സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളതാണ് സ്റ്റേറ്റ്സ് എന്നുമൊക്കെ നമ്മൾ പഠിച്ചു. ചോദ്യം എല്ലാ എലമെൻറ്റുകളും ഒരേ സ്റ്റേറ്റിലാണോ എന്നുള്ളതാണ്. ഉത്തരം അല്ല എന്നാണ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലാണ് ഇരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ, നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിൽ, സാധാരണ പ്രഷറിൽ നമുക്കറിയാം അയൺ എങ്ങനെയായിരിക്കുന്നത്. അയൺ ഒരു സോളിഡാണ് അല്ലേ? എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി എല്ലാ എലമെൻറ്റുകളും ഒരേ സ്റ്റേറ്റിലല്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അലൂമിനിയം, അയൺ, കോപ്പർ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ സിമ്പിൾസ് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? ഇതെല്ലാം സോളിഡ് സ്റ്റേറ്റിലാണല്ലോ. ഓക്കെ, ഇനി ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതിൻ്റെ ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയൂ. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതെല്ലാം ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിൽ, നോർമൽ പ്രഷറിൽ ലിക്വിഡായി എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റുകളുണ്ടല്ലോ, അത് ഏതൊക്കെയെന്ന് അറിയാമോ? മെർക്കുറി, Hg എന്നാണ് കേട്ടോ മെർക്കുറിയുടെ സിമ്പിൾ. മെർക്കുറി അതറിയില്ലെങ്കിൽ വേണമെങ്കിൽ എഴുതിയേക്കാം. മെർക്കുറി ആൻഡ് ബ്രോമിൻ, ഈ 2 എലമെൻറ്റ്സ് റൂം ടെമ്പറേച്ചറിൽ, നോർമൽ പ്രഷറിൽ, ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മെർക്കുറിയുടെ സിമ്പിൾ Hg എന്നാണ്, ബ്രോമിൻ്റെ സിമ്പിൾ Br എന്നാണ്. എല്ലാത്തിൻ്റെയും സിമ്പിൾസും കൂടെ പഠിച്ചിരിക്കണം. ഇപ്പോൾ മനസ്സിലായോ? എല്ലാ എലമെൻറ്റുകളും ഒരേ സ്റ്റേറ്റിലല്ല ഇരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഉണ്ട്, ലിക്വിഡ് ആയിട്ടുള്ളതുണ്ട്, ഗ്യാസ് ആയിട്ടുള്ളതുണ്ട്. ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക, സിമ്പിളാണ്. അടുത്തതായി നോക്കാം. നമുക്ക് കുറേയൊക്കെ എലമെൻറ്റ്സിൻ്റെ സിമ്പിൾസ് ബൈ ഹാർട്ടായി അറിഞ്ഞിരിക്കണം. നമ്മളൊരു കെമിസ്ട്രി എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്കും ഇക്വേഷൻസിൻ്റെ ഇടയിലായാലോ ക്വസ്റ്റ്യൻസിലോ ഒക്കെ ആവശ്യം വരും. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എലമെൻറ്റ്സും അതിൻ്റെ സിമ്പിൾസുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ബൈ ഹാർട്ടായി പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? സിമ്പിളായിട്ടുള്ളത് ആദ്യം നോക്കാം. ഹൈഡ്രജൻ H ആണ്, ഓക്സിജൻ O, നൈട്രജൻ N, സൾഫർ S, കാർബൺ C. ഇതൊക്കെ അറിയാമായിരിക്കാം. അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ സിമ്പിൾ Ca ആണ്, ക്ലോറിൻ Cl, ഹീലിയം He, അലുമിനിയം Al, സിങ്ക് Zn. കുറച്ച് എലമെൻറ്റ്സും അതിൻ്റെ സിമ്പിൾസും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒത്തിരി തവണ കാണുകയും യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എളുപ്പമായിട്ട് പഠിച്ചോളൂ. അടുത്ത ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സും കൂടെ നമുക്ക് നോക്കാം. മെർക്കുറിയുടെ സിമ്പിൾ Hg ആണ്, Hg. ഓക്കെ. ഗോൾഡിൻ്റേത് Au ആണ്.
സിൽവർ Ag ആണ്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ K ആണ്. ക്യാപിറ്റൽ ലെറ്റർ K എന്നെഴുതുന്നതാണ് പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ. ഓക്കെ. സോഡിയം Na ആണ് സോഡിയം. അയൺ Fe, കോപ്പർ Cu, ടിൻ Sn. നേരത്തെ കണ്ട കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് നെയിംസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ സിമ്പിൾസിന് ഇംഗ്ലീഷ് നെയിംസുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. എന്നാലും 2-3 വട്ടം ഒന്ന് വായിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഫെമിലിയർ ആയിക്കോളും. ഇനി നമുക്ക് പെട്ടെന്ന് 2-3 ഇക്വേഷൻസും കൂടെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. Fe + H2O ഗിവിങ് Fe3O4 + H2. ഇവിടെ ഏതൊക്കെയാണ് പ്രസൻ്റ് ആയിരിക്കുന്ന എലമെൻറ്റ്സ്? അയൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. റിയാക്ടൻ സൈഡിൽ അയൺ എത്രയുണ്ട്? 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. പ്രോഡക്റ്റ് സൈഡിൽ അയൺ 3, ഹൈഡ്രജൻ 2, ഓക്സിജൻ 4. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അയൺ ഈ സൈഡിൽ 1 ഉള്ളൂ, ഇവിടെ 3 ഉണ്ട്. അപ്പം ഇവിടെ 3 ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു കോഎഫിഷ്യൻ്റ് 3 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 1 വെട്ടി നമുക്കിവിടെ 3 ആക്കാം. അപ്പോൾ അയണിൻ്റെ കാര്യം ബാലൻസായി. ഹൈഡ്രജൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ ഈ സൈഡിൽ 4 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. ഇതിനെ 4 ആക്കണം. ഓക്സിജൻ ഇവിടെ ഉള്ളത് ഈ H2O-ലാണ്. ഈ ഓക്സിജൻ 1 ഉള്ളൂ, ഇതിനെ 4 ആക്കണമെങ്കിൽ നമുക്കിവിടെ 4 എന്നൊരു കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്ത് നോക്കാം. ഈ 4 ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെ വ്യത്യാസം ഉണ്ടായി? ഈ ഓക്സിജൻ്റെ 1 മാറി, അത് 4 ആയി. ഹൈഡ്രജന് വ്യത്യാസം ഉണ്ടായല്ലോ. ഹൈഡ്രജൻ ഇപ്പോൾ ടോട്ടൽ ഇവിടെ 8 ഉണ്ട്. അപ്പോൾ 2 മാറി 8 ആയി. ഓക്കെ. ഇനിയോ ഇവിടെ 8 ഹൈഡ്രജനായി, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. ഈ ഹൈഡ്രജൻ 2 ഉള്ളൂ. ഇതിനെ 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 4 ആഡ് ചെയ്യുവാണെങ്കിൽ 4 × 2 ഇവിടെ 8 ആകുമല്ലോ. അപ്പോൾ നമുക്കിവിടെ 4 എഴുതാം. അങ്ങനെ ഹൈഡ്രജൻ ഈ സൈഡിൽ 8 ആയി. അപ്പോൾ നമുക്ക് എല്ലാ എലമെൻറ്റ്സും ബാലൻസ്ഡ് ആയി. അങ്ങനെ ഈ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ബാലൻസ് ആയി. അടുത്ത ഇക്വേഷൻ ഇതാണ്. Na + H2O ഗിവിങ് NaOH + H2. ഏതൊക്കെയാണ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന എലമെൻറ്റ്സ്? സോഡിയം, ഹൈഡ്രജൻ, ഓക്സിജൻ. എങ്ങനെയൊക്കെയാണ് ആറ്റംസ്? ലെഫ്റ്റ് സൈഡിൽ 1 സോഡിയം, 2 ഹൈഡ്രജൻ ആറ്റംസ്, 1 ഓക്സിജൻ ആറ്റം. ഇവിടെ 1 സോഡിയം ആറ്റം, 3 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ഇവിടെ ഹൈഡ്രജൻ 3 ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ. ഈ ഹൈഡ്രജൻ്റെ നമ്പർ കൂട്ടാനായിട്ട് ഈ H2O-ൻ്റെ മുന്നിൽ ഒരു 2 ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു 2 ആഡ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ പുതിയ നമ്പർ ഇപ്പോൾ എന്തായി? 4 ആയല്ലോ. 4 ആയി. വേറെ എന്ത് മാറ്റം സംഭവിച്ചു? ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് കൂടി 2 ആയി. അപ്പോൾ ഈ ഓക്സിജൻ 1 മാറി 2 ആയി. ഓക്കെ. അപ്പോൾ ഇവിടെ ഓക്സിജൻ 1 ഉള്ളൂ, അതായത് ഈ ഓക്സിജൻ 1 ഉള്ളൂ. അതിനെ ഇനി 2 ആക്കണമല്ലോ. 2 ആക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ഒരു 2 ആഡ് ചെയ്തു. അങ്ങനെ ഒരു 2 ആഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായി? ഓക്സിജൻ്റെ നമ്പർ മാറി, പ്രോഡക്റ്റ് സൈഡിൽ 2 ആയി. സോഡിയത്തിൻ്റെ നമ്പർ മാറി 2 ആയി. അതുപോലെ തന്നെ ഹൈഡ്രജൻ എത്രയായി? 2 + 2 4 ആയി. അപ്പോൾ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി, ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഇനിയിപ്പോൾ സോഡിയം ഇവിടെ 2 ആണ്, ഇവിടെ 1 ഉള്ളൂ. ഈ 1 സോഡിയത്തിന് 2 ആക്കാനായിട്ട് ഇവിടെ ഒരു 2 ആഡ് ചെയ്യുക. അപ്പോൾ റിയാക്ടൻ സൈഡിലെ സോഡിയം 2 ആയി. ഇപ്പോൾ നോക്കൂ, ബാലൻസ്ഡ് ആയില്ലേ? അപ്പോൾ 2Na + 2H2O ഗിവിങ് 2NaOH + H2 എന്നാക്കി കഴിഞ്ഞപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഒത്തിരി എക്സാമ്പിൾസ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന എളുപ്പമായി മാറും. എങ്ങനെ തെറ്റുവാണെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും ചെയ്താൽ മതി. ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് കറക്റ്റായി കിട്ടിക്കോളും. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. Fe2O3 + C ഗിവിങ് Fe + CO2. പ്രസൻ്റ് ആയിരിക്കുന്ന എലമെൻറ്റ്സിനെയൊക്കെ ലിസ്റ്റ് ചെയ്തു. Fe റിയാക്ടൻ സൈഡിൽ 2, കാർബൺ 1, ഓക്സിജൻ 3. പ്രോഡക്റ്റ് സൈഡിൽ Fe1, കാർബൺ 1, ഓക്സിജൻ 2. ഇവിടെ 2 അയൺ ഉണ്ട്, ഇവിടെ ഒരു അയണേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു 2 ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അയണിനെ ബാലൻസ് ചെയ്തു. ഇനി ഓക്സിജനാണ് പ്രശ്നമുള്ളത്. ഈ സൈഡിൽ 3 ഓക്സിജനും ഈ സൈഡിൽ 2 ഓക്സിജനേ ഉള്ളൂ. ഇതിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഓക്സിജൻ ഉള്ള സ്ഥലത്ത് നമ്മൾ ഒരു 2 കോഎഫിഷ്യൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? 2 × 3, അതായത് ഇവിടെ 6 ഓക്സിജൻ ആറ്റംസ് ആകുമല്ലോ. ഈ 2 ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അയണിൻ്റെ നമ്പർ 4 ആയി മാറി. അത് 4 ആക്കി.
ഓക്കെ, ഇവിടെ ഇപ്പോൾ 6 ഓക്സിജൻ ആറ്റംസ് ആണ് ഉള്ളത്. ഇനി ഇതിനെ 6 ആക്കണമല്ലോ. ഇവിടെ ഓൾറെഡി 2 ഉള്ളത്. 2നെ 6 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു 3 ഇട്ട് കൊടുത്തു. ഓക്കെ, ആ 3 ആഡ് ചെയ്തത് കൊണ്ട് ഓക്സിജൻ്റെ നമ്പർ എന്തായി? 6 ആയി. അതേപോലെ തന്നെ കാർബണിൻ്റെ നമ്പർ 3 ആയല്ലോ. കാർബണിൻ്റെ നമ്പർ 3 ആയി. അങ്ങനെ ആകുമ്പോൾ കാർബണെ ഇനി ബാലൻസ് ചെയ്യണമല്ലോ. ഈ സൈഡിൽ 3 കാർബൺ ആറ്റംസ് വേണം. അതുകൊണ്ട് ഇവിടെ 3 ആക്കി. ഈ 1 മാറി അവിടെ 3 വന്നു. ഇപ്പോൾ എന്തായി? ഇനി ഈ അയണിനെയും കൂടെയാണ് ബാലൻസ് ചെയ്യേണ്ടത്. ഈ സൈഡിൽ 4 ഉണ്ട്, ഈ സൈഡിൽ 2 ഉള്ളൂ. ഈ 2നെ 4 ആക്കണം. അതിനുവേണ്ടി ഈ 2 മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു 4 ആറ്റംസ് ഓഫ് അയൺ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 മാറി 4 ആയി. ഇനി നോക്കൂ, ഇപ്പോൾ ഇത് ബാലൻസ് ആയോ? യെസ്, ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്.